സേവന മേഖലയിൽ കേരളം മുൻപന്തിയിൽ. സേവന മേഖലയുടെ വളർച്ച എന്നത് ഒരു രാഷ്ട്രം വികസന രാഷ്ട്രത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്ത്യയിലെ വെറും 29.7% മാത്രം ആളുകളെ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ മികച്ച പ്രകടനം ഈ മേഖലയിലും കാഴ്ചവെച്ച് കേരളം മുന്നേറുകയാണ്. മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയും തെലങ്കാനയും സാങ്കേതിക വിദ്യയിലൂന്നിയ സേവനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ കേരളം മറ്റൊരു ജനസൗഹാർദ്ദ വികസനമാണ് ലക്ഷ്യമിടുന്നത്. സേവന മേഖലകളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം എന്നിവയിൽ ഊന്നിയുള്ള വികസനം. ഇതിന്റെ തെളിവാണ് നീതി ആയോഗ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പഠന റിപ്പോർട്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ വിവരങ്ങൾ പ്രകാരം നടത്തിയ ഇന്ത്യ സർവീസ് സെക്ടർ ഇൻസൈറ്റ്സ് ഫ്രം എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഡൈനാമിക്സ് എന്ന പഠനത്തിൽ 2023-24 കേരളത്തിലെ 48.5% തൊഴിലാളികളും സേവന മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് 2011-12 അപേക്ഷിച്ച് 5.9% ഉയർന്നു. ഈ റിപ്പോർട്ടിൽ കേരളം കൈവരിച്ച മറ്റ് നേട്ടങ്ങൾ കൂടി പരിശോധിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സേവന മേഖലയിലെ ഗ്രാമീണ നഗര വിഭജനം കേരളത്തിലില്ല. ഒരു ശരാശരിയിൽ കൂടുതൽ ആളുകൾ ഇരു പ്രദേശങ്ങളിലും സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇതിൽ തന്നെ സ്ത്രീ പുരുഷ അനുപാതവും മികച്ചു നിൽക്കുന്നു. ഹോൾസെയിലിൽ റീറ്റെയിൽ മേഖലയിലാണ് ഏറ്റവും അധികം തൊഴിലാളികൾ ഉള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഗതാഗതം, സംഭരണം, വിദ്യാഭ്യാസം, ഭക്ഷ്യമേഖല, ആരോഗ്യം, സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലകളുണ്ട്. നമുക്ക് മുന്നേറാം. വികസന പാതയിലേക്ക് സർക്കാർ ഒപ്പമുണ്ട്.